ഏവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ പോകുന്നത് മലപ്പുറം ജില്ലയിലെ ചന്ദനക്കാവ് ക്ഷേത്രത്തിലേക്കാണ്. പേര് പോലെ തന്നെ ഒരു ചെറിയ വനക്ഷേത്ര സമുച്ചയം തന്നെയാണ് ഇവിടം. തൃശ്ശൂർ ജില്ലയിലെ തളിയിൽ നിന്നും യാത്ര തിരിച്ച ഞങ്ങൾ 4 പേർ ഇപ്പോൾ ചന്ദനക്കാവ് ലക്ഷ്യമാക്കി തൃത്താല കുമ്പിടി റോഡിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രസിദ്ധമായ തിരുനാവായ കഴിഞ്ഞ് വേണം ചന്ദനക്കാവിൽ എത്തിച്ചേരാൻ. മലപ്പുറം ജില്ലയിലെ കുറുമ്പത്തൂരിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1.5 മണിക്കൂർ നീണ്ട യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. നിരവധി ക്ഷേത്രങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ സമുച്ചയം. ഏകദേശം 10 ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ഈ കാവ് മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ആദ്യമായി കാണുന്നത് നമ്മൾ ഭഗവതി ക്ഷേത്രമാണ്. ഇവിടുത്തെ ദേവി മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഉപാസനാമൂർത്തിയാണെന്നാണ് വിശ്വാസം. എല്ലാ വഴിപാടുകളും ക്ഷേത്രം കൗണ്ടർ വഴി ഭക്തജനങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. നമ്മൾ ഇപ്പോൾ കാണുന്നതാണ് ആത്രശ്ശേരി വാരിയം. ക്ഷേത്ര സമുച്ചയത്തിന് അടുത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ മനോഹരമായ സൗധം. പാഴിയോട്ടുമന, പാക്കത്തുമന, മറവഞ്ചേരി മന, കിഴക്കേടത്ത് മന തുടങ്ങിയ 4 മനകളാണ് നിലവിലെ ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളങ്ങൾ. ഭഗവതി, ഈറ്റില്ലത്തമ്മ, യവനീശൻ, അയ്യപ്പൻ, ഗണപതി, സരസ്വതി, ബ്രഹ്മാവ്, ശിവൻ, സുബ്രഹ്മണ്യൻ, വേട്ടക്കാരൻ, മഹാവിഷ്ണു, ഗരുഡൻ, കൃഷ്ണൻ തുടങ്ങിയ 18ഓളം ദേവീദേവന്മാരുടെ ഭൂമിയാണ് ഈ ക്ഷേത്ര സമുച്ചയം. ശക്തിക്കൊത്ത വഴിപാടുകൾ കഴിച്ച് ദേവീദേവന്മാരുടെ അനുഗ്രഹത്തിനായി നിരവധി ഭക്തജനങ്ങൾ ഇവിടെ വന്നു പോകുന്നു.
മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ ഇല്ലവും ഈ ക്ഷേത്ര സമുച്ചയത്തിന് സമീപത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുരുവായൂർ ദേവസ്വത്തിന് കീഴിലാണ് ഈ സ്ഥലം. ദേവസ്വം ഈ സ്ഥലത്ത് മേൽപ്പത്തൂരിനായി ഒരു സ്മാരക മണ്ഡപം പണിതിട്ടുണ്ട്.